ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ താഴെ മുഅല്ലഫ് ഫീലുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇസ്മുൽ ഫായിൽ എഴുതണം, പിന്നെ അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആദ്യത്തെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പാഠം 5 എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഹജ്ജ എന്ന് പറഞ്ഞാൽ അറിയാം, അവൻ ഹജ്ജ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഹിസ്മുൽ ഫായിൽ എന്താ? ഹാജുൻ, ഹജ്ജ് ചെയ്തവൻ. ഓക്കെ, ഇവിടെ നമുക്കറിയാം എന്താ മുഅല്ലഫ് ഫീൽ, ഫായിലയിലെ ലാം ഫീൽ, അത് പിന്നെ രണ്ടെണ്ണം ഒരുമിച്ച് വരാം. അതായത് ഹജ്ജ, ഹാജുൻ. അതിൻ്റെ ഇപ്പുറം നോക്ക്, അസ്ലുഹു ഹാജിജുൻ. അത് ആ രണ്ട് ജീമ് ഒരുമിച്ച് വന്നുകൊണ്ടാണ് എന്ത് മാലിക്ക് ഷദ് വന്നത്. ഹജ്ജ, അവൻ ഹജ്ജ് ചെയ്തു. അപ്പോൾ ഹാജുൻ, ഹജ്ജ് ചെയ്യുന്നവൻ. അപ്പോൾ അസ്ലുഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഹാജിജുൻ. അടുത്ത് നോക്കൂ, ലന്ന, അവൻ ചിന്തിച്ചു, അവൻ ചിന്തിച്ചു, അവന് തോന്നി, അതൊക്കെയാണ് ലന്ന. അപ്പം എങ്ങനെ വരാ? ലാന്നുൻ, ചിന്തിച്ചവൻ. അതിൻ്റെ ഒറിജിനൽ എന്താ? അസ്ലെന്താ? ലാനിന്നുൻ. അപ്പോൾ ആ രണ്ട് നൂന് ചേർന്നിട്ടാണ് ലന്ന എന്ന് പറഞ്ഞിട്ട് നൂനിന് ഷദ് വന്നത്. പിന്നെ മറ, കടന്നുപോയി, അവൻ കടന്നുപോയി. അപ്പോൾ മാറുൻ, കടന്നു പോയവൻ. അപ്പോൾ അടിസ്ഥാനം എന്താ? മാറീറുൻ. അപ്പോൾ രണ്ട് റ യോജിച്ചിട്ട് ഒരുമിച്ച് വന്നുകൊണ്ട് പിന്നെ അടുപ്പിച്ചത് കൊണ്ടാണ് റാക്ക് ഷദ് വന്നത്, കൂട്ടിയപ്പം. ലല്ല, അവൻ പിഴച്ചു. ലാലുൻ, പിഴച്ചവൻ. അടിസ്ഥാനം എന്താ? ലാലിലുൻ. പിന്നെ ദല്ല, അവൻ സൂചിപ്പിച്ചു. ദാലുൻ, സൂചിപ്പിച്ചവൻ. അടിസ്ഥാനം എന്താ? ദാലിലുൻ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഫീൽ അജ്വഫാണ്. അജ്വഫ്. ഓക്കെ, ഐൻ കലിമ ദുർബലമാകുന്നത്. ആദ്യത്തെ നോക്കാം. കാല, അവൻ പറഞ്ഞു. യഖൂലു, അവൻ പറയും, അവൻ പറയുന്നു. അതിൻ്റെ മസ്തർ എന്താ? അല്ല, കായിലുൻ. ഇവിടെ മസ്തറാണ് കായിലുൻ. പറയപ്പെട്ടു, പറയപ്പെടുന്നു. അല്ല, പറയൽ, കായിൽ. അതിൻ്റെ അടിസ്ഥാനം എന്താ? കാവിലുൻ. അപ്പോൾ കാവിലുനാണ് എന്തായത്? കാല ആയത്. ബാറക്കല്ലാഹു ഫീക്കും. സാറ, അവൻ സന്ദർശിച്ചു. യസൂറു, അവൻ സന്ദർശിക്കും, സന്ദർശിക്കുന്നു. മുലാരി. അപ്പോൾ സായിറുൻ, സന്ദർശകൻ. സായിറുൻ. ഞാൻ നേരത്തെ തെറ്റിപ്പറഞ്ഞു പോയ കായിലുൻ മസ്തറല്ല, ഇസ്മു ഫായിലാണ്. കായിലുൻ, പറഞ്ഞവൻ. ക്ഷമിക്കണം. അപ്പോൾ സാറ യസൂറു സായിറുൻ, സന്ദർശിച്ചവൻ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താ? സാവിറുൻ. ഇങ്ങനെയായിരിക്കും ഈ അജ്വഫൊക്കെ. വാവ് ഐൻ കലിമയിൽ വരുമ്പോൾ കാവിലുൻ, സാവിറുൻ. ഇനി അടുത്ത് നോക്കൂ. സാമ, അവൻ നോമ്പ് നോറ്റു. യസൂമു, അവൻ നോമ്പ് നോക്കുന്നു. അപ്പോൾ സായിമുൻ, നോമ്പ് നോറ്റവൻ. ഈ സായിമുൻ, ഈ ഇസ്മു ഫായിലൊക്കെ യാൻ്റെ മുകളിൽ ഹംസയാണ്. യാ പുള്ളിയില്ലാത്ത യാൻ്റെ മുകളിൽ ഹംസ. സായിമുൻ, നോമ്പ് നോറ്റവൻ. അതിൻ്റെ അടിസ്ഥാനം എന്താ? സാവീമുൻ. ഇനി നാമ, അവൻ ഉറങ്ങി. യനാമു, അവൻ ഉറങ്ങും, അവൻ ഉറങ്ങുന്നു. ഇതിൻ്റെ ഇസ്മു ഫായിൽ എന്താ? നായിമുൻ, ഉറങ്ങിയവൻ.
ഉറങ്ങിയവൻ. ഇതിൻ്റെ അടിസ്ഥാനം എന്താ? നാവിമുൻ. നാവിമുൻ. ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഐനുഹു വാവുൻ. ഇതിൻ്റെ ഐന് വാവാണ്. തദ്ഹറു ഫിൽ മസ്ദറി. അപ്പോൾ മസ്ദറിൽ പ്രത്യക്ഷപ്പെടുന്നു വാവ്. മസ്ദർ എങ്ങനെയായിരിക്കും? നൗമുൻ, ഉറക്കം. നൗമുൻ, ഉറക്കം. സൗമുൻ, നോമ്പ്. മനസ്സിലായില്ലേ? അങ്ങനെ വരാം. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്തതും പിന്നെ ഫീൽ അജ്വഫാണ്. നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ആദ്യത്തെ കാണിച്ചിട്ടുണ്ട്. ബാ അവൻ വിറ്റു, യബീഉ അവൻ വിൽക്കും, വിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇസ്മു ഫായിൽ എന്താ? ബാ ഇ ഉൻ, വിൽക്കുന്നവൻ. അപ്പോൾ ഈ അജ്വഫിൻ്റെ അടിസ്ഥാനം എന്താ? അസ്ലുഹു ബാ ഇ ഉൻ. അപ്പം ബാ ഇ ഉനാണ് ബാ എന്നായത്. മനസ്സിലായോ? അപ്പോൾ ഇസ്മുൽ ഫായിലിൻ്റെ ബാ ഇ ഉനിൽ പുള്ളിയില്ലാത്ത യാൻ്റെ മുകളിൽ ഹംസ. ബാ ഇ, പുള്ളിയില്ലാത്ത യാൻ്റെ മുകളിൽ ഹംസ. ബാ ഇ ഉൻ. അതിൻ്റെ അടിസ്ഥാനത്തിലോ ബാ ഇ ഉൻ, ആ പുള്ളിയുള്ള യാ ആണ്. മനസ്സിലായോ? ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത നോക്കും. മാല അവൻ ചാഞ്ഞു, യമീലു അവൻ ചായും, അവൻ ചായുന്നു. മായിലുൻ, മായിലുൻ ചായുന്നവൻ. അസ്ലുഹു മായിലുൻ. സാറ അവൻ സഞ്ചരിച്ചു, യസീറു അവൻ സഞ്ചരിക്കും, അവൻ സഞ്ചരിക്കുന്നു. സായിറുൻ, പുള്ളിയില്ലാത്ത യാൻ്റെ മുകളിൽ ഹംസ. സായിറുൻ, സഞ്ചരിക്കുന്നവൻ. അസ്ലുഹു സായിറുൻ, പുള്ളിയുള്ള യ. ആഷ അവൻ ജീവിച്ചു, യഈഷു അവൻ ജീവിക്കുന്നു. ആയിഷുൻ ഇസ്മുൽ ഫായിൽ. അസ്ലുഹു ആയിഷുൻ. സാല ഒഴുകി, അവൻ ഒഴുകി, അതൊഴുകി. സാധാരണ നദിയൊക്കെയാണല്ലോ ഒഴുകുക. സാല. പിന്നെ കണ്ണുനീരൊഴുകും. സാല. യസീലു ഒഴുകും, ഒഴുകുന്നു. സായിലുൻ ഒഴുകിയവൻ, അല്ലെങ്കിൽ അസ്ലുഹു സായിലുൻ. ബാറക്കല്ലാഹു ഫീക്കും.